സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് ആരംഭിച്ചു. കൊണ്ടുപോകുന്നത് സെക്കൻഡിൽ 300 ഘനയടി വെള്ളം. മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ ആശ്രയിക്കുന്നത് 5 ജില്ലകളിലെ കർഷകർ. ദേശീയപാതയിൽ മരം വീണുണ്ടായ നാശനഷ്ടങ്ങൾക്ക് വനം വകുപ്പിൽ നിന്ന് പണം ഈടാക്കണമെന്ന് കോൺഗ്രസ്. മരങ്ങൾ മുറിക്കാൻ വനം വകുപ്പ് തടസ്സം നിന്നുവെന്ന് DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. മലയോരത്ത് കാടിറങ്ങി വിളയാടി കാട്ടുകൊമ്പന്മാർ. മൂന്നാറിൽ നാശം വിതച്ച പടയപ്പ. പീരുമേട് പ്ലാക്കത്തടം ഗോത്രവർഗ മേഖലയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ആനക്കലിയിൽ പൊറുതിമുട്ടി കുളമാൻകുഴിയിലെ നാട്ടുകാർ. പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ അപര്യാപ്തതകൾ പരിശോധിക്കാൻ ഡെപ്യൂട്ടി DMO റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. 5 ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്കാണ് തമിഴ്നാട് വെള്ളം ഉപയോഗിക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് തേനി ജില്ലയിലെ നെൽപ്പാടങ്ങളിലേക്ക് ഒന്നാം കൃഷിക്കായി വെള്ളമെടുത്തു തുടങ്ങിയത്. തുടർച്ചയായി 5ാം വർഷവും ജൂൺ 1 തന്നെ അണക്കെട്ടിൽ നിന്നും വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്നത് തമിഴ്നാട് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും. അണക്കെട്ടിൽ നിന്ന് കാർഷികാവശ്യത്തിനായി സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. 200 ഘനയടി വെള്ളം കൃഷിക്കും 100 ഘനയടി കുടിവെള്ളത്തിനുമാണ് ഉപയോഗിക്കുന്നത്. തേക്കടിയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ് ഷട്ടർ തുറന്നു. മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് തേനി ജില്ലയിൽ 14,700 ഹെക്ടർ സ്ഥലത്ത് കൃഷി ആരംഭിക്കുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. முல்லைப்பெரியார் அணையிலிருந்து கம்பம் வேலிக்கும் கிட்டத்தட்ட
Munur Q6 120 days. കാലവർഷം ആരംഭിക്കാനിരിക്കെ അണക്കെട്ടിൽ 130.45 അടിയാണ് ഇന്നത്തെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 114.15 അടിയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ 5 ജില്ലകളിലാണ് കൃഷി ചെയ്യുന്നത്. ഷട്ടർ തുറക്കുന്നതിനോടനുബന്ധിച്ച് തേനി ജില്ലയിൽ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. 142 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇപ്പോഴത്തെ അനുവദനീയ സംഭരണശേഷി. സിറ്റി വിഷൻ, ഉപ്പുതറ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാലവർഷ മഴയിൽ മരം വീണുണ്ടായ നാശനഷ്ടങ്ങൾക്ക് വനം വകുപ്പിന്റെ കയ്യിൽ നിന്നും പണം ഈടാക്കണമെന്ന് DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. ദേശീയപാതയോരത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ തടസ്സം നിൽക്കുന്നത് വനം വകുപ്പാണെന്നും കോടതി ഉത്തരവും ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള കളക്ടറുടെ ഉത്തരവും വനം വകുപ്പ് മുഖവിലക്കെടുത്തില്ലെന്നും KS അരുൺ പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വീതി കൂട്ടി നിർമ്മിക്കുന്നതിനും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും വനം വകുപ്പ് ആദ്യഘട്ടം മുതൽ തടസ്സം നിൽക്കുന്നതാണ്. കോടതിയടക്കം പറഞ്ഞിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ല. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ മുറിച്ചു നീക്കണമെന്ന ഉത്തരവ് ജില്ലാ കളക്ടറും നൽകിയിരുന്നു. എന്നാൽ വനം വകുപ്പ് അനങ്ങിയില്ല. ഇത്തവണയും കാലവർഷ ആരംഭത്തിൽ തന്നെ ദേശീയപാതയിൽ നിരവധി മരങ്ങളാണ് റോഡിലേക്ക് പതിച്ചത്. മരം വീണ് നിരവധി വൈദ്യുത പോസ്റ്റുകളും ലൈനുകളും തകർന്നു. KSEBക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പിനെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത്. KSEBക്കുണ്ടായ നഷ്ടം വനം വകുപ്പ് ഏറ്റെടുക്കണമെന്നും നഷ്ടപരിഹാരം വനം വകുപ്പിൽ നിന്ന് ഈടാക്കണമെന്നും DCC വൈസ് പ്രസിഡന്റ് KS അരുൺ ആവശ്യപ്പെട്ടു. ഇരുവശങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റണമെന്ന് മുൻപേ തന്നെ ആവശ്യപ്പെട്ടുള്ള, കാലവർഷത്തിന് മുൻപേ തന്നെ ആവശ്യപ്പെട്ടുള്ള, എന്നാൽ യാതൊരുവിധ നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് KSEBക്കുണ്ടായിരിക്കുന്ന പരിപൂർണമായ നഷ്ടം, അത് പോസ്റ്റ് മറിഞ്ഞ് വീണിരിക്കുന്നതാണെങ്കിലും അത് പോസ്റ്റ് പുനഃസ്ഥാപിക്കേണ്ടതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ KSEBക്കുണ്ടായിരിക്കുന്ന മുഴുവൻ നഷ്ടങ്ങളും അത് വനം വകുപ്പിൽ നിന്ന് ഈടാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിനോട് ആവശ്യപ്പെടുകയാണ്. വനം വകുപ്പ് എല്ലാ മേഖലയിലും ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന ഗവേഷണം നടത്തുന്ന വകുപ്പാണെന്നും വകുപ്പിലെ ഉദ്യോഗസ്ഥർ കേരളത്തിൽ അഴിഞ്ഞാടുമ്പോഴും ഇതൊന്നും കാണാൻ വനം മന്ത്രിക്ക് കഴിയുന്നില്ല. വനം വകുപ്പിന് ഒരു മന്ത്രിയുണ്ടോ എന്ന് പോലും സംശയമാണെന്നും KS അരുൺ കുറ്റപ്പെടുത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. മാട്ടുപ്പെട്ടിയിലാണ് കാട്ടാന എത്തിയത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. സമീപവാസികൾ ബഹളമുണ്ടാക്കി ആനയെ തുരത്തി. നിരവധി വഴിയോര കച്ചവടശാലകളുള്ള പ്രദേശമാണ് ഇവിടം. കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിലെത്തുന്നത്. മദപ്പാടിന്റെ സമയം കാട്ടാന മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന മാട്ടുപ്പെട്ടിയിലെത്തി. സമീപവാസികൾ ബഹളമുണ്ടാക്കി ആനയെ തുരത്തി. നിരവധി വഴിയോര കച്ചവടശാലകളുള്ള പ്രദേശമാണിവിടം. മഴക്കാലം എത്തി വനത്തിൽ തീറ്റയുടെയും വെള്ളത്തിന്റെയും ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടാനകൾ കാട് കയറാൻ തയ്യാറാകാത്തത് ആളുകളിൽ ആശങ്കയായിട്ടുണ്ട്. കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്ന ആശങ്കയും ആളുകൾ പങ്കുവച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. കാട്ടാന ഭീതിയിൽ പീരുമേട് പ്ലാക്കത്തടം ഗോത്രവർഗ മേഖല. ഒരിടവേളയ്ക്ക് ശേഷം ജനവാസ മേഖലയിലെത്തിയ കാട്ടാന കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. മോഹനൻ എന്ന കർഷകന്റെ കൃഷിയാണ് വ്യാപകമായി കാട്ടാന ചവിട്ടിമെതിച്ചത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പീരുമേട് താലൂക്കിലെ ഗോത്രവർഗ മേഖലയായ പ്ലാക്കത്തടത്തെ കുടുംബങ്ങൾ. ഇവിടുത്തെ ആദിവാസി സമൂഹം വന്യമൃഗശല്യത്തിന്റെ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. പരാതി പറയാൻ ഒരിടവും ഇനി ബാക്കിയില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന് കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാന വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത്. കഴിഞ്ഞ ദിവസവും എത്തിയ കാട്ടാന മോഹനൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിലെ തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയവയെല്ലാം നശിപ്പിച്ചു. വനപ്രദേശത്തോട് ചേർന്നു കിടക്കുന്ന ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നത് തടയുന്നതിന് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുവാനാണ് പ്ലാക്കത്തട നിവാസികളുടെ തീരുമാനം. സിറ്റി വിഷൻ, പീരുമേട്.
അടിമാലി വാളറ കുളമാൻകുഴി മേഖലയിൽ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി കുടുംബങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിതച്ചത്. പൊറുതിമുട്ടിയതോടെ പ്രദേശത്തെ കുടുംബങ്ങൾ നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. ആനയെ തുരത്താൻ RRT സംഘത്തെ പ്രദേശത്ത് നിയമിക്കും. തിങ്കളാഴ്ച തുടർ നടപടികൾ തീരുമാനം കൈക്കൊള്ളാൻ മൂന്നാർ DFOയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കും. 3 കാട്ടാനകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാൻകുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്നത്. പ്രദേശത്തെ 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തിയിട്ടുണ്ട്. പല കർഷകർക്കും സംഭവിച്ച നഷ്ടം വലുതാണ്. ഏലവും മലയിഞ്ചിയും കക്കോയുമൊക്കെ കാട്ടാനകൾ വലിയ തോതിൽ നശിപ്പിച്ചു. കഴിഞ്ഞ 3 ദിവസക്കാലങ്ങളായി രാത്രിയിൽ ഈ പറമ്പിലാണ് ആന വന്നു നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 250 കട ഏലം, 50 കമുക്, 30 കൊക്കോ, 50 സെൻറ്റിൽ മലയിഞ്ചി മുതലായ കൃഷികൾ സമൂലം നശിപ്പിച്ചു. അതിൻ്റെ ഒരു എൻഡിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 2-3 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ ഒറ്റപ്പറമ്പിൽ മാത്രം വരുത്തിയിട്ടുണ്ട്. ഇതുപോലെ 50-ൽ പരം കർഷകരുടെ കൃഷിയിടത്തിൽ ഭാഗികമായും ഏറിയും കുറഞ്ഞും കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. തുരുത്തിയോടിക്കാൻ ശ്രമിച്ചാലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ്. കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആനശല്യം പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട്. പൊറുതിമുട്ടിയതോടെ പ്രദേശത്തെ ആളുകൾ നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. തുടർന്ന് നടത്തിയ ചർച്ചയിൽ ആനയെ തുരത്താൻ പ്രദേശത്ത് RRT സംഘത്തെ നിയോഗിക്കാമെന്ന് വനംവകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളാൻ മൂന്നാർ DFOയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പ്രദേശത്ത് കുറ്റമറ്റ രീതിയിൽ ഫെൻസിംഗ് തീർത്താൽ ആനശല്യം ഒരു പരിധിവരെ പരിഹരിക്കാമെന്നാണ് പ്രദേശവാസികളുടെ വാദം. കാട്ടാനശല്യം രൂക്ഷമായതോടെ പകൽ സമയത്ത് കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ പോലും കർഷകർ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. മഴ പെയ്യുന്നതോടെ അടിക്കടി ഈ പ്രദേശത്ത് വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും മുടങ്ങുന്ന സ്ഥിതിയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ എത്തിയിട്ടും തുരുത്തിയോടിക്കാൻ മാർഗമില്ലാതെ കർഷകർ പ്രതിസന്ധിയിലായിരുന്നു. കൂടുതലിടങ്ങളിലേക്ക് കാട്ടാനകൾ ഇറങ്ങുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സംഘടിച്ച് വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. സിറ്റി വിഷൻ, അടിമാലി. പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ അപര്യാപ്തതകൾ പരിശോധിക്കാൻ ഡെപ്യൂട്ടി DMO റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇടുക്കി DMOയ്ക്ക് നിർദ്ദേശം നൽകി. പീരുമേട് സ്വദേശി TM ആസാദ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, മിനിസ്റ്റീരിയൽ ജീവനക്കാർ തുടങ്ങിയ സർക്കാർ അനുവദിച്ചിട്ടുള്ള തസ്തികകളിൽ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട്? ഒഴിവുള്ള തസ്തികകൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി ഡെപ്യൂട്ടി DMO ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകൾ നികത്താനും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ആശുപത്രിയിൽ നിന്ന് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുവാനും DMO നടപടിയെടുക്കണമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു. ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ അധിക തസ്തിക ആവശ്യമുണ്ടെങ്കിൽ വിശദമായ അപേക്ഷ സർക്കാരിന് സമർപ്പിക്കണമെന്നും കമ്മീഷൻ DMOയ്ക്ക് നിർദ്ദേശം നൽകി. 2 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പീരുമേട് സ്വദേശി TM ആസാദ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നതോടെ ഓപ്പറേഷൻ തിയേറ്ററും കൂടുതൽ കിടക്കകളോട് കൂടിയ വാർഡുകളും പ്രവർത്തനം തുടങ്ങുമെന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു. എന്നാൽ പീരുമേട് ആശുപത്രി ആരംഭിച്ച കാലത്തുള്ള 54 കിടക്കകളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പരാതിക്കാരൻ കമ്മീഷനെ അറിയിച്ചു. സർജറി, ENT വിഭാഗങ്ങളിൽ ഡോക്ടർമാരില്ല. കിടത്തി ചികിത്സിക്കുന്ന രോഗികളുടെ എണ്ണം കുറച്ചു. ഹെൽത്ത് സെന്ററിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ പോലും താലൂക്ക് ആശുപത്രിയിൽ ലഭിക്കുന്നില്ലെന്നും പരാതിക്കാരൻ അറിയിച്ചു. പരിശോധനയും എത്രയും വേഗം നടത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, പീരുമേട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ രാജക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. രാജക്കാട് NSS ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം ജില്ലാ പ്രസിഡന്റ് MS അജി ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, റിസോർട്ട് തുടങ്ങി ഭക്ഷ്യോൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിലെ ഏക സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ.
രാജാക്കാട് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. വിശന്നു വലയുന്നവർക്ക് സൗജന്യമായി ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങാതെ നൽകി വരുന്ന സ്നേഹപാത്രം പദ്ധതി വളരെയേറെ ജനശ്രദ്ധ നേടിയിരുന്നു. സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 2024-25 അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ KHRA കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആദരിച്ചു. രാജാക്കാട് NSS ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം ജില്ലാ പ്രസിഡന്റ് MS സജി ഉദ്ഘാടനം ചെയ്തു. പല കാര്യങ്ങൾക്കും മാതൃകയാകാവുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മുടെ രാജാക്കാട് യൂണിറ്റിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആളുകൾ വന്ന് അവർക്ക് സൗജന്യമായി ആരുടെ മുമ്പിൽ കേണ് ചോദിക്കാണ്ട് നമുക്ക് സൗജന്യമായിട്ട് ഏത് സമയത്തും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു ഭക്ഷണ പാത്രം. നിവേദ്യ ജി, സച്ചിൻ ടി നായർ, സേതുലക്ഷ്മി, മിഥുൻ കെ ജയ്മോൻ, ലക്ഷ്മി ആർ, അജിത് VS എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VK രാജീവ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KM ജോർലി, വനിതാ വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മായ സുനിൽ, യൂണിറ്റ് സെക്രട്ടറി PJ ജോസ്, യൂണിറ്റ് ട്രഷറർ K സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED TVകൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. കോട്ടയം കുമളി റോഡിൽ പെരുവന്താനം ചുഴിപ്പിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ചു. പീരിമേട്ടിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. 1 മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. കൊല്ലം കൊട്ടാരക്കര പുത്തൂർ സ്വദേശികളായ 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. വാഹനത്തിൽ നിന്ന് പുകയുയരുന്നത് കണ്ട് ഇവർ ഇറങ്ങി മാറുകയായിരുന്നു. മാങ്ങാത്തൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന P മോഹനന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സംഘം പ്രസിഡന്റ് PM ജോസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 30 വർഷക്കാലമായി മാങ്ങാത്തൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന
പി മോഹന് ഭരണസമിതിയുടെയും ക്ഷീരകർഷകരുടെയും പ്രദേശവാസികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് PM ജോസ് സർവീസിൽ നിന്നും വിരമിക്കുന്ന പി മോഹന് ഉപഹാരം നൽകി ആദരിച്ചു. മിൽമയുടെ നേതൃത്വത്തിൽ നമ്മുടെ 30 വർഷമായിട്ട് ഈ സംഘത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന സെക്രട്ടറി PM മോഹനന്റെ യാത്രയപ്പ് സമ്മേളനമാണ് നമ്മൾ നടത്തിയത്. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു. നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. എല്ലാ കർഷകരും പങ്കെടുത്തു. നമുക്കറിയാവുന്ന പോലെ 30 വർഷമായിട്ട് ഈ സംഘത്തിൽ നല്ല രീതിയിൽ നയിച്ച, അതായത് സൗമ്യമായിട്ട് കർഷകരോടും മറ്റു ജനങ്ങളോടും നല്ല രീതിയിൽ പ്രവർത്തിച്ച മോഹൻജന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സംഘം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, മിൽമ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പി മോഹന് യാത്രാമംഗളങ്ങൾ നേർന്നു. തനിക്ക് ലഭിച്ച ആദരവിനും അനുമോദനത്തിനും പി മോഹനൻ നന്ദി അറിയിച്ചു. പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാനേറെ സന്തോഷവാനാണ്. ആദ്യമേ തന്നെ എനിക്ക് ഇങ്ങനെയൊരു യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ച ഈ സംഘത്തിന്റെ ഭരണസമിതിയോടും ജീവനക്കാരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘത്തിന്റെ രൂപീകരണത്തിന് കാരണക്കാരായ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട നമ്മുടെ പൂർവ്വന്മാരെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. യോഗത്തിൽ ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ, ക്ഷീരകർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്നു വന്നിരുന്ന പുസ്തകോത്സവം സമാപിച്ചു. ഈ മാസം 28-നായിരുന്നു പുസ്തകോത്സവത്തിന് തുടക്കം കുറിച്ചത്. 3 ദിവസങ്ങളിലായി നടന്ന പുസ്തകോത്സവത്തിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നിരവധിയായ പുസ്തകപ്രേമികളും വായനയെ സ്നേഹിക്കുന്നവരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായതായി സംഘാടകർ പറഞ്ഞു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിരുന്ന EG സത്യൻ നഗറിലായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം നടന്നത്. അഡ്വക്കേറ്റ് രാജ MLA ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പുസ്തകോത്സവത്തിന് ഈ മാസം 28-ന് തുടക്കം കുറിച്ചത്. പുസ്തകോത്സവത്തിന് ഇന്നലെ സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന പുസ്തകോത്സവത്തിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നിരവധിയായ പുസ്തകപ്രേമികളും വായനയെ സ്നേഹിക്കുന്നവരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായതായി സംഘാടകർ പറഞ്ഞു. 60-ലധികം സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിച്ചത്. നിരവധിയായ പ്രസാധകരുടെ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ലൈബ്രറികൾ മാത്രമല്ല, അടിമാലിയുടെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധിയായ ആളുകൾ, വായനയെ പ്രേമിക്കുന്നവർ, വായനയെ ഇഷ്ടപ്പെടുന്നവർ വന്ന് പുസ്തകം എടുക്കാനുള്ള സൗകര്യമാണ് ഈ പുസ്തകോത്സവത്തിലൂടെ ഇവിടെ സംഘടിപ്പിച്ചത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ എഴുത്ത് വഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നിരുന്നു. കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളുടെ പ്രകാശനവും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു. സാഹിത്യ ക്വിസും കലാസന്ധിയും പുസ്തകോത്സവത്തെ ചലനാത്മകമാക്കി. ജില്ലയിലെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി. 250-ലധികം ലൈബ്രറികളുടെ സഹകരണം പുസ്തകോത്സവത്തിന് ലഭിച്ചു. 60-ലധികം സ്റ്റാളുകൾ ക്രമീകരിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുസ്തക പ്രസാധകരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. സമൂഹത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും നടത്തി. പഠനോപകരണ വിതരണോദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ നിർവഹിച്ചു. വർദ്ധിച്ചുവരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത്. അടിമാലി താജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. വിമുക്തി കോർഡിനേറ്ററും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ KP റോയിച്ചൻ ലഹരി വിരുദ്ധ സെമിനാർ നയിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും നടത്തി.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ വളരെ ശ്രദ്ധേയമായ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. പല പ്രവർത്തന മേഖലകളിലും ഈ സംഘടന ഇതിനോടകം തന്നെ കൈവച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇവരുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയവുമാണ്. പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ചും അടിമാലിയിൽ തന്നെ എക്സ്റേ ലാബും വിവിധ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ID കാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് നവാസ് ഹൈടെക് അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി KK രാജൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു P കുര്യാക്കോസ്, CD ഷാജി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി, ബോണി ബോസ്, അരുൺ വല്ലനാട്ട്, MM നൈസ, KR രജനീഷ്, PK ആസാദ്, JBM അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് ആരംഭിച്ചു. കൊണ്ടുപോകുന്നത് സെക്കൻഡിൽ 300 ഘനയടി വെള്ളം. മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ ആശ്രയിക്കുന്നത് 5 ജില്ലകളിലെ കർഷകർ. ദേശീയപാതയിൽ മരം വീണുണ്ടായ നാശനഷ്ടങ്ങൾക്ക് വനം വകുപ്പിൽ നിന്ന് പണം ഈടാക്കണമെന്ന് കോൺഗ്രസ്. മരങ്ങൾ മുറിക്കാൻ വനം വകുപ്പ് തടസ്സം നിന്നുവെന്ന DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. മലയോരത്ത് കാടിറങ്ങി വിളയാടി കാട്ടുകൊമ്പന്മാർ. മൂന്നാറിൽ നാശം വിതച്ച പടയപ്പ. പീരുമേട് പ്ലാക്കത്തടം ഗോത്രവർഗ മേഖലയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ആനക്കലിയിൽ പൊറുതിമുട്ടി കുളമാൻകുഴിയിലെ നാട്ടുകാർ. പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ അപര്യാപ്തതകൾ പരിശോധിക്കാൻ ഡെപ്യൂട്ടി DMO റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇനി വരുന്നത് ദി ബിഗ് സ്റ്റോറിയുമായി സന്ദീപ് രാജക്കാട്. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, കുർത്തീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്.
ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.